സിഡ്നിയിലെ ഭീകരാക്രമണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ബോണ്ടി ബീച്ച് വെടിവയ്പിലെ ആക്രമികളിൽ ഒരാളായ സാജിദ് അക്രം ഹൈദരാബാദ് സ്വദേശിയാണ്. സാജിദും മകൻ നവീൻ അക്രവുമാണ് വെടിവയ്പ് നടത്തിയത്. ഹൈദരാബാദ് സ്വദേശിയായ സാജിദ് അക്രം 27 വർഷം മുമ്പാണ് ഓസ്ട്രേലിയയിലേക്ക് പോയത്. വിദ്യാർത്ഥി വിസയിലാണ് ഓസ്ട്രേലിയയിലെത്തിയത്. ഹൈദരാബാദിൽ ബികോം പൂർത്തിയാക്കിയ ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. 1998 നവംബറിലായിരുന്നു ഇയാൾ ഓസ്ട്രേലിയയിലെത്തിയത്. പിന്നീട് യൂറോപ്പുകാരിയായ വനേര ഗ്രോസ്വയെ വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി. മകൻ നവീദ് അക്രമും മകളും ഓസ്ട്രേലിയയിലാണ് ജനിച്ചത്. മക്കൾ രണ്ടുപേരും ഓസ്ട്രേലിയൻ പൗരന്മാരാണ്. സാജിദിന് ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്. സാജിദിൻ്റെ ഇന്ത്യയിലുള്ള ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. 27 വർഷത്തിനിടെ ഇന്ത്യയിലെ ബന്ധുക്കളുമായി വലിയ ബന്ധം സാജിദിനില്ല. ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം വെറും 6 തവണയാണ് സാജിദ് ഇന്ത്യയിലേക്ക് വന്നത്. പ്രായമായ മാതാപിതാക്കളെ കാണാനാണ് എത്തിയത്. പിതാവ് മരിച്ചപ്പോൾ പോലും സാജിദ് വന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. 2009 സാജിദിൻ്റെ പിതാവ് മരിച്ചത്. ഹൈദരാബാദിലായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ. ടോളി ചൗക്കിലെ അൽ ഹസ്നാദ് കോളനിയിലാണ് സാജിദിൻ്റെ കുടുംബമെന്ന് തെലങ്കാന പോലീസ് പറഞ്ഞു. പിതാവ് മുൻ സായുധ സേനാ ഉദ്യോഗസ്ഥനാണ്. മൂത്ത സഹോദരൻ ഡോക്ടറാണ്. ഡോക്ടറായ മൂത്ത സഹോദരൻ ഇവിടെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. സാജിദും 24 വയസ്സുള്ള മകൻ നവീദും എങ്ങനെ തീവ്രവാദികളായി എന്നതിനെക്കുറിച്ച് തങ്ങൾക്കൊരു അറിവുമില്ലെന്നാണ് കുടുംബം പോലീസിനോട് പറഞ്ഞത്. അവരെ തീവ്രവാദത്തിലേക്ക് നയിച്ചതിൽ ഇന്ത്യയുമായി യാതൊരു ബന്ധവുമില്ലെന്നും തെലങ്കാന പോലീസ് പറഞ്ഞു. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതിന് മുമ്പ് സാജിദിന് ഇന്ത്യയിൽ അത്തരം പശ്ചാത്തലം ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 2001 മാതാപിതാക്കളെ കാണാൻ സാജിദ് അക്രം ഭാര്യയെ ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നിരുന്നു. നഗരത്തിൽ വെച്ച് പരമ്പരാഗതമായ രീതിയിൽ നിക്കാഹ് നടത്തിയതായും അധികൃതർ പറയുന്നു. പിന്നീടുള്ള സന്ദർശനങ്ങളിൽ ഷാ അലി ബന്ധയിലുള്ള തൻ്റെ പാരമ്പര്യ സ്വത്തിൻ്റെ വിഹിതം അയാൾ വിറ്റു. 2025 നവംബറിൽ ഇരുവരും ഫിലിപ്പീൻസിലേക്ക് യാത്ര ചെയ്തതായും അവിടെ അവർക്ക് സൈനിക രീതിയിലുള്ള പരിശീലനം ലഭിച്ചിരിക്കാമെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നവീദിൻ്റെ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കളും ഐസിസ് പതാകയും ഉണ്ടായിരുന്നതായി ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ 40 പേരിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നു. ഇവരിൽ 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. വെടിവയ്പിൽ മൂന്നാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇക്കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അക്രമി സംഘത്തിലെ പിതാവിനെ പോലീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. മകൻ നവീദ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്ന നവീദ് അക്രമിന് ബോധം തെളിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ശക്തമായ പോലീസ് കാവലിൽ സിഡ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയെ തുടരുകയാണ്. പ്രതിക്ക് ബോധം തെളിഞ്ഞതോടെ ഇയാളെ ചോദ്യം ചെയ്യാനും ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.